വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് മൂന്നാർ വഴി മറയൂർ വഴിയുള്ള യാത്രകളായിരുന്നു. അപ്പോൾ ഇന്ന് സെയിം ഡേ തന്നെ ഞങ്ങൾ സ്റ്റേയിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് നമ്മൾ സെയിം ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയ റൂട്ട് തന്നെ നമ്മൾ റിട്ടേൺ കുറച്ച് പോരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് ഈ സാൻഡൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് റൂട്ടുണ്ട്. അതായത് നാച്ചിവയൽ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് കയറുന്ന വഴിയാണത്. ആ വഴി കയറി നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അവിടെ നമുക്ക് അത്യാവശ്യം ചെറിയ സൈറ്റിങ്സൊക്കെ കിട്ടും. മാനോ കുരങ്ങുകളോ അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ സൈറ്റിങ്സുകൾ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ കാട്ടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. നമ്മൾ അധികം നേരം ചുറ്റുപാട് നോക്കിയിട്ടൊന്നും അല്ലാതെ നമ്മൾ പുറത്തിറങ്ങാതിരിക്കുക, വണ്ടി നിർത്തിയിടാതിരിക്കുക, സേഫായിട്ടുള്ള രീതിയിൽ പോവുക. നമ്മൾ ഈ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആൾക്കാരൊക്കെ, അവിടുത്തെ ലോക്കലിലുള്ള ആൾക്കാരൊക്കെ അവിടെ യാത്ര ചെയ്യുന്നത് നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതേപോലെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാനൊക്കെ കയറുമ്പോഴത്തേക്കും മണ്ണിടിഞ്ഞതിൻ്റെ പാടുകൾ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഞങ്ങളും രണ്ട് വശവും നോക്കിയാണ് പോകുന്നത്, എന്തിനെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ പോയപ്പോഴത്തേക്കും കുറച്ച് നമ്മളങ്ങ് ചെന്നപ്പോഴത്തേക്കും ചെറിയൊരു അനക്കം കണ്ട് നമ്മൾ നോക്കിയപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് 2 സ്പോട്ടഡ് ഡിയേഴ്സ് നിൽപ്പുണ്ടായി. നമ്മുടെ പുള്ളിമാൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വിസിബിൾ ആയിരുന്നില്ല, ഒരെണ്ണത്തിനെ നമുക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ടായുള്ളൂ. നമ്മൾ അധികം നേരം നമ്മളെ കണ്ടപ്പോൾ തന്നെ അത് അകത്തേക്ക് കയറിപ്പോയി, കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അധികം നേരം നമ്മൾ അവിടെ നിന്ന് ടൈം കളഞ്ഞില്ല, കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന് കരുതി പോയപ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു മാൻ കൂട്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അതെന്താ ചെയ്യുന്നത് അവിടെ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കി. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴത്തേക്ക് അതുങ്ങൾ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അതിന് ശേഷം ഞങ്ങളവിടെ ചുറ്റുപാടും എന്തെങ്കിലും വ്യൂ കിട്ടുമോ എന്ന് നോക്കി ഇങ്ങനെ നിന്നു. നല്ല ഒരു ക്ലൈമറ്റാണ് അവിടെ, അതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നില്ല നിൽക്കാനാണെങ്കിൽ, വെയിലൊന്നുമില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ നിന്നപ്പോഴത്തേക്കും ബാക്ക് സൈഡിലായിട്ട് മാനുകൾ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങൾ ക്രോസ് ചെയ്യുമോ എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ സൺലൈറ്റിൻ്റെ വീഡിയോസും അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. മോളുടെ വീഡിയോസ് എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നോക്കിയപ്പോൾ മാനുകൾ റോഡിലേക്ക് കയറി വരുന്നത് കണ്ടു. നമ്മളവിടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അതുങ്ങൾ ചെറിയ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് ക്രോസ് ചെയ്യുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ കാണുമ്പോഴത്തേക്ക് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ മാൻ്റെ വീഡിയോ എടുത്തുമ്പോഴത്തേക്കും മുകളിൽ മരത്തിലായിട്ടൊരു അനക്കം കണ്ട് നോക്കിയപ്പോൾ നമ്മുടെ മലയണ്ണാനാണ്. മലയണ്ണാൻ അത്യാവശ്യം നല്ല രീതിയിൽ മരത്തിൽ കിടന്ന് ചാടി ഓടി ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ വാല് കാണാനായിട്ട്, നിറച്ച് രോമങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതവിടെ ഒരു മരത്തിൽ ഉണങ്ങിക്കിടക്കുന്ന എന്തോ
കായ്കൾ എന്തോ ബീൻ പോലത്തെ എന്തോ പൂവുള്ള ഒരു മരത്തിൻ്റെ കായകളാണ്. അത് പറിച്ച് പൊട്ടിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി. അത് അനങ്ങാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു. അതുകൊണ്ട് നല്ലൊരു വീഡിയോ ക്ലിപ്പിങ്സ് നമുക്ക് കിട്ടി. അതുകൊണ്ട് കുറച്ച് നേരം നമ്മളപ്പോൾ അവിടെ നിന്ന് മാനിൻ്റെ വീഡിയോസൊക്കെ അണ്ണാൻ്റെ വീഡിയോസൊക്കെ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മാൻ ഒരെണ്ണം ക്രോസ് ചെയ്യാനായിട്ട് റോഡിലേക്ക് കയറി വന്നു. ഞങ്ങൾ നേരെ തിരിച്ച് മാനിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ മോളാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ആൾക്കാർ ചെല്ലുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് കയറി പോകുമായിരുന്നു അകത്തേക്ക്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന കുറച്ചും കൂടി മുന്നോട്ട് പോന്നപ്പോഴത്തേക്കും ഒരു മങ്കി ഫാമിലി അവിടെ ഇരുന്ന് മണ്ണ് തിരഞ്ഞ് കഴിക്കുമായിരുന്നു. ഇത് മണ്ണ് കഴിക്കുന്നതാണോ ഇനി അതിലെന്തെങ്കിലും വേറെ അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിത്തുകളോ സീഡ്സോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നതാണോ എന്നറിയില്ല. അത് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പിറക്കി തിന്നുന്നുണ്ടായി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ അവിടെ ഇരുന്നത് കഴിക്കുന്ന കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് അതൊരു വീഡിയോ എടുത്ത് ഞങ്ങളൊന്നും കൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന് കരുതി. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പാലം വരുന്നുണ്ട്. ഇതേപോലെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള പാലമാണ്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് തന്നെ നമ്മൾ പോയ റൂട്ടിൽ തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ സെയിം ആ കുഞ്ഞുതുങ്ങളൊക്കെ കാട്ടിലേക്ക് കയറിയിരുന്നു നമ്മളെ കണ്ടപ്പോൾ. വലിയതൊരെണ്ണം മാത്രം അവിടെ ഇരുന്ന് അതേപോലെ അത് പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരിച്ച് അതിലേ തന്നെ ഫോറസ്റ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ഡീവിയേറ്റ് ചെയ്തൊരു റൂട്ടുണ്ട്. ആ റൂട്ട് വഴി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചപ്പോൾ അവിടെയും 2-3 മാനുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായി. കുറച്ച് നേരം അതിൻ്റെയും വീഡിയോസ് എടുത്തു നമ്മളവിടെ നിന്ന്. കുറച്ചധികം നേരം അവിടെ നിന്ന് വീഡിയോ മാനിൻ്റെ എടുത്ത ശേഷം ഞങ്ങളവിടെ നിന്ന് പാസ് ചെയ്തു കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ അതിർത്തി കണക്കാക്കാൻ വേണ്ടി മനസ്സിലാകാൻ വേണ്ടി കെട്ടി വയ്ക്കുന്ന ഒരു കൽക്കെട്ട് കേട്ടോ. അതിന് നമ്മളുടെ അവിടുത്തെ ലോക്കലിലുള്ളവർ പറഞ്ഞു വെച്ചാൽ ജണ്ട എന്നാണ് അതിന് പേര് പറയുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ കുറച്ച് കുരങ്ങുകളും കൂടി കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ മുഖം കാണാൻ നല്ല ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, അവരുടെ വീഡിയോസും എടുത്തു. അതിനുശേഷം ഞങ്ങൾ പോന്നു കേട്ടോ അവിടെ നിന്ന്. ആടെയും ഞങ്ങൾ അത്രയും എടുത്തുള്ളൂ വീഡിയോസ്. ഇനി ബാക്കി വിശേഷങ്ങൾ യാത്രയുടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.